ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കോളിഫ്ലവർ ഉണ്ടല്ലോ, അതൊരു കറി നിങ്ങൾ വെച്ചാലോ, വെറൈറ്റി കറി. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. ഇഞ്ചി, വെള്ളുള്ളി, 2 പച്ചമുളക് എടുത്ത് ഓയിലിട്ട് കുടുകുടാന്ന് വറുത്തുക. എന്നിട്ട് നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവറാണ്. അതിൻ്റെ തണ്ടും കായും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മളിത് വേവിച്ച് എടുത്തിടുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചതാണ്. എന്നിട്ട് ഇതിന് നമ്മൾ ആ ഓയിലൂടെ ഇട്ടിട്ട് കൊടുത്ത് ഒന്നിട്ട് കുടുകുടുന്ന് കിണ്ടി എടുക്കുക. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ കറി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചപ്പാത്തിക്ക്, അപ്പത്തിന്, ഉറട്ടിക്ക് ഒക്കെ കഴിക്കാം. പൊറോട്ടയ്ക്ക് വേണമെങ്കിലും കഴിക്കാമെന്നേ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ നമ്മൾ അതിൽ നിന്ന് മാറ്റി. എന്നിട്ട് സവാള ഇട്ട് വരട്ടണ്ടാമ, അതുകൊണ്ട് ഞാൻ ആ ഓയിലിൽ തന്നെ സവാള ഇട്ട് കുതിർന്ന് വരട്ടുക. കണ്ട, അപ്പം നമ്മൾ ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് ഇട്ട് അതിൽ കൂടെ തന്നെയാണ് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊഞ്ചോടി ഇട്ട് വറുത്തതിന് ശേഷം മാറ്റിയിട്ട് നമ്മൾ സവാള ഇട്ട് ഇതേ കൊഞ്ചോടി ഉപ്പും ഇട്ട് നമ്മൾ നല്ല പോലെ അങ്ങോട്ട് വരട്ടിയെടുക്കുക. വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആ ഓയിൽ തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ നല്ല കളറാണ് കേട്ടോ. അതായത് ഇച്ചിരി കളറ്. ഇതെന്തെന്നറിയാലോ, ചീസാണ് കേട്ടോ. ചീസ് നമ്മൾ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്ത് എല്ലാ സവാളയും കൂടെ എൻ്റെ മണ്ടയ്ക്കിട്ട് അപ്പം അന്നങ്ങോട്ട് ഉരുവി വരുമെന്നേ, നല്ല മെൽറ്റായിട്ട് വരും. ഇങ്ങനെ കിടക്കണമെന്ന് നോക്കണ്ട, എല്ലാം അങ്ങോട്ട് നേരെ ആയിക്കൊള്ളും. നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര കട്ടില്ലെന്നേ. അതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് പെരിഞ്ചീരകം, അത് ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഓക്കെ, ഇവയെല്ലാം കൂടി. മഞ്ഞൾപ്പൊടി ഉണ്ട്. മഞ്ഞൾപ്പൊടി നേരത്തെ ഇതിൽ വേവിച്ചതുകൊണ്ട് ഞാൻ കൊഞ്ചോടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ഓയിൽ സവാള ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ നേരത്തെ എടുത്ത് വെച്ചതിന് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഇല്ലോളം ഇച്ചിരിയോലെ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്ത് നമ്മളത് കിണ്ടി അങ്ങോട്ട് തിളപ്പിച്ച്. ഇത് ഡാർക്ക് സോസാണ്, ഏത് സോസായാലും കുഴപ്പമില്ല. ഇച്ചിരി സോസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസും കൂടി അല്ലെ മണ്ടയ്ക്ക് കുറച്ച് കൂടുതലിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതും കൂടി ഇട്ട് നമ്മൾ വറുക്കൽ വറുത്തങ്ങട് കഴിഞ്ഞങ്ങട് എന്താ ഒരു ടേസ്റ്റ് എന്നറിയാവോ. കൊഞ്ചോടി മല്ലിയിലെങ്കിലും എൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇല്ലെന്നേ, അതുകൊണ്ട് കറിവേപ്പിലയൊന്നും ഇട്ട് കൊടുത്തില്ല. കറിവേപ്പിലയും കൂടെ വേണമായിരുന്നു കേട്ടോ, ഇല്ല. അതുകൊണ്ടാണ്. നല്ല ടേസ്റ്റായിരുന്നേ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൂപ്പറാണ് മക്കളെ. ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ. എരിവൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഭയങ്കര എരിവൊന്നുമില്ല. ഇതെല്ലാം കൂടി ഇട്ട് വാ, എന്താ ഒരു ടേസ്റ്റ് ഡേ. ഇത് വെച്ച് നോക്കണം കേട്ടോ.